ചൂരൽമലയുടെ താഴ്ഭാഗത്ത് ഒക്കെ നടക്കുന്ന പരിശോധന ഡ്രോൺ പരിശോധനയൊക്കെയാണ് നടക്കുന്നത്. ഹാഷ്മി, അവിടെ നിന്ന് ശ്രീകാന്ത് തത്സമയ വിവരങ്ങളുമായുണ്ട്. ശ്രീകാന്ത്, അവിടെ നിന്ന് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഡ്രോൺ പരിശോധന ഉൾപ്പെടെ അവിടെ നടക്കുന്നില്ലേ? നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഹിറ്റാച്ചി അടക്കമുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ഈ പുഴയിൽ പരിശോധന നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ രക്ഷാ ദൗത്യ സംഘം പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. ഡ്രോൺ പരിശോധന നേരത്തെ തന്നെ ഇവിടെ നടത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തിയത്. 3 മൃതദേഹങ്ങൾ നേരത്തെ കിട്ടി. ചില മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തു നിന്നും നേരെ താഴേക്ക് പോയാൽ സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയതും ഈ ഭാഗത്തു നിന്നാണ്. അതിനാൽ തന്നെയാണ് ഇവിടം കേന്ദ്രീകരിച്ചിപ്പോൾ പരിശോധന കൂടുതലായി നടക്കുന്നത്. ഫയർഫോഴ്സ്, കേരള ഫയർഫോഴ്സിന്റെയും ആർമിയുടെയും അതോടൊപ്പം NDRFന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നത്. ഏറ്റവും അധികം മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതും ഈ പ്രദേശത്താണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. 3 മൃതദേഹങ്ങൾ ആയി തന്നെ രാവിലെ കിട്ടി. മറ്റ് ശരീരഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. ഇതിനും കുറച്ചപ്പുറത്തേക്ക് അക്കരക്കരയിലാണ് ഇത്തരത്തിൽ വിവരങ്ങൾ വന്നിട്ടുള്ളത്. അത് മൃതദേഹം പൂർണ്ണമായാണോ അതോ അതിന്റെ ഭാഗങ്ങളാണോ എന്നുള്ള വിവരം ഇനിയും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ 3 മൃതദേഹങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് കിട്ടിയത്. മരണം മൊത്തം 314 ആവുന്നു. 300-ലധികം പേരെ കാണാനില്ലെന്ന് പറഞ്ഞത് ADGP MR അജിത് കുമാർ നമ്മുടെ ദീപക് ധർമ്മടത്തിലാണ്. അതിനുറപ്പായും ഒരു ഔദ്യോഗിക സ്വഭാവം തന്നെ ഉണ്ട് എന്ന് പറയാം. കാര്യങ്ങൾ അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ ഏകോപന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇപ്പോഴും ആ സ്ഥിതിഗതികൾ വലിയ സ്ഫോടനാത്മകമായ നിലയിൽ തന്നെ നിൽപ്പാണ് എന്ന് പറഞ്ഞാൽ, ഇത്രയധികം ആളുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യാപകമായ പരിശോധന ഇന്ന് 4ാം ദിനം കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി ഓരോരോ സംഘങ്ങൾ തിരിഞ്ഞുകൊണ്ട്, ഓരോരോ സോണുകൾ തിരിച്ചുകൊണ്ട്, ഓരോ സംഘത്തിൽ കൃത്യമായി പ്രദേശവാസികളെയും NDRFന്റെയും അഗ്നിരക്ഷാസേനയുടെയും പോലീസിനെയും ഒക്കെ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ പരിശോധന ഈ ദിവസം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 4 പേരെ ജീവനോടെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഈ ദിവസം അവരുടെ വീടുകൾ അവർ സുരക്ഷിതമായി ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും ഈ ദിവസം ദുരന്ത വാർത്തകൾ മാത്രം കേൾക്കുമ്പോൾ ഒരു ജീവന്റെ വാർത്ത കേൾക്കുന്നു എന്നൊരു സന്തോഷം ഉറപ്പായും അതിലുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം 314 എന്നുള്ള വലിയ, കേരളം ഇതുവരെ കാണാത്ത, രാജ്യം ഇതുവരെ കാണാത്ത വലിയ, രാജ്യത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായി മാറുകയാണ്. രാജ്യം നേരത്തെ ഉത്തരാഖണ്ഡ് ദുരന്തമായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഒരു ദുരന്തം. അതിന് മുകളിലേക്ക് ഡെത്തോൾ 300 കടക്കുമ്പോഴേക്കും രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലായി മാറുന്നു ഈ ചൂരൽമല ഉരുൾപൊട്ടൽ. അങ്ങനെ ഐക്യകേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നു. അത് പ്രകൃതി ദുരന്തം എന്നുള്ളതല്ല, നമ്മൾ ഇതുവരെ കണ്ട, കേരള ചരിത്രം ഇതുവരെ കണ്ട ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ആളുകൾ, ഒറ്റ ദിവസത്തെ ഒരു പ്രകൃതി ക്ഷോഭത്തിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തത്തിൽ ഇത്ര ആളുകൾ മരിക്കുന്ന ഒരു വലിയ ഒരു കറുത്ത ഏടായി, ഒരു സങ്കട പുസ്തകമായി മാറുന്നു ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. അവിടെ ചാലിയാർ പുഴയിൽ ക്രിസ് ക്രോസ് ഓരോരോ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പുഴയോരങ്ങളിൽ, അതിൻ്റെ ഓരോരോ കരകളിൽ, അതിൻ്റെ വനപ്രദേശങ്ങളിൽ, അതിൻ്റെ സൈഡിൽ, ഈ പൊന്തക്കാടുകളിലൊക്കെ വളരെ വ്യാപകമായ പരിശോധന, ഡ്രോൺ ഉപയോഗിച്ച അടക്കം പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളൊക്കെ ഈ മേഖലകളിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ഇത്രത്തോളം ആഴത്തിൽ ഇപ്പോൾ സൂചിപ്പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം വലിയ ആഴമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടം കടന്നാണ് അതിൻ്റെ വിനാശഗതി. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൽ താഴേക്ക് വീഴുമ്പോഴാണ് മൃതദേഹങ്ങൾക്ക് ഇത്രത്തോളം കേടുപാടുകൾ സംഭവിക്കുന്നത്, ഛിന്നഭിന്നമായി പോകുന്നത്. അതുകൊണ്ട് സങ്കടകരമാണ്, അങ്ങേറ്റം വേദനാജനകമാണ് ഇത് പറയുന്നതും ആ ദൃശ്യങ്ങൾ കാണുന്നതുമൊക്കെ. പക്ഷെ അതാണ് വസ്തുത. ആ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ചാടുമ്പോഴുണ്ടാകുന്ന മൃതദേഹങ്ങൾ ഛിന്നഭിന്നമാകുന്ന ഓരോ ശരീരഭാഗങ്ങൾ ചാലിയാറിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നായി കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ ഈ വനമേഖലകളിൽ ആകാശ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പോലീസ് നടത്തിയ വ്യോമ നിരീക്ഷണം നമ്മൾ കണ്ടിരുന്നു. ആ വ്യോമ നിരീക്ഷണത്തിൽ ജീവനോടെ ഇപ്പോഴും അവിടെ എവിടെയെങ്കിലും ആളുകളുണ്ടോ എന്നൊരു പരിശോധന. ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് തരുന്നുണ്ട്. കേന്ദ്ര ജല കമ്മീഷൻ ഉന്നയിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ്. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ, പാലക്കടവ് സ്റ്റേഷൻ, ഗായത്രി പുഴ, അതുപോലെ കീച്ചേരി എന്നീ നദികളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര വാട്ടർ കമ്മീഷൻ. ആയതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന് അലക്സ് റാം മുഹമ്മദിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ജല കമ്മീഷനാണ് ഈ
നദിയുമായി ബന്ധപ്പെട്ട് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ തന്നിരിക്കുന്നത്. നദികളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്നു എന്നാണ് ജല കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹാഷ്മിക്ക് തുടരാം. എസ് കെ, ഞാൻ പറഞ്ഞു വന്നു, ഇപ്പോൾ കൂളിമാട് പാലത്തിനടുത്താണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന. അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരത്തേക്ക് ഇന്നലെ പന്തീരങ്കാവിൽ നിന്നാണ് എസ് കെ ഒരു ശരീരഭാഗം കണ്ടെത്തിയത്. പന്തീരങ്കാവ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ കുറേ അധികം ദൂരം സഞ്ചരിക്കണം. അതിനിടയിൽ 3 റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട്, സാധാരണ ബ്രിഡ്ജല്ല. അതൊക്കെ കടന്നൊരു ശരീരഭാഗം പന്തീരങ്കാവ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഏത് ദൂരത്ത്, എത്രത്തോളം ദൂരത്തേക്ക് ആ മൃതദേഹം ഒഴുകി വന്നു, അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒഴുകി വന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ആ പരിശോധനയുടെ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ പരിശോധനയുടെ ഫോക്കസ് പോയിന്റ് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് അത് മുണ്ടക്കയിലല്ല, അത് ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ആ പരിശോധന കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതും ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ തന്നെയാണ് എന്ന് തോന്നുന്നു. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ചാലിയാർ പുഴയിലേക്ക് എത്താൻ ഇടയുണ്ടെന്ന് പറയാനുള്ള കാരണം, ആദ്യം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. ആ ഉരുൾപൊട്ടലിൽ റെസ്ക്യൂ തുടങ്ങിയിരുന്നു. കുറേയധികം ആളുകൾ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി ആദ്യം ഉരുൾപൊട്ടലിൽപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തേക്കൊക്കെ മാറ്റാൻ രക്ഷാപ്രവർത്തകർ അവിടുത്തെ നാട്ടുകാരെ തന്നെ കാക്കാൻ ആ രാത്രി സജീവമായി ഇറങ്ങി പുറത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടിയത്. അപ്പോൾ ആദ്യ ഉരുൾപൊട്ടലിൽ അവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നവരൊക്കെ ചേർത്ത് ആ ബിൽഡിംഗ് അടക്കമാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ കൊണ്ടുപോയത്. അപ്പോൾ നേരെ ആ ഉരുൾ അവരെയും വഹിച്ചുകൊണ്ട് ചാലിയാറിലേക്ക് പതിച്ചിരിക്കാനുള്ള സാധ്യത നേരത്തെയും അവിടെയുള്ള ചില പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വരെ ഏറ്റവും സന്തോഷകരമായ വാർത്ത 150 വീടുകൾ പണിഞ്ഞു നൽകുമെന്നുള്ളതാണ്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ 150 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഇപ്പോൾ തീരുമാനം. വിവിധ സർവകലാശാലകളുടെയും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളെയും സെല്ലുകളെയും ഏകോപിച്ചാകുന്ന പദ്ധതി സർക്കാരിൻ്റെ പൊതു ദൗത്യത്തോട് ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകുക എന്ന് മന്ത്രി ആർ ബിന്ദു അറിയിക്കുന്നു. അങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും CMDRF വഴി അല്ലാതെയും ഒക്കെയുള്ള സഹായ പ്രവാഹം അങ്ങോട്ടേക്ക് ഉണ്ടാവുന്നുണ്ട്. ആരോരുമില്ലാത്ത ഒരു ജനതയാണ്. ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ട് അവരുടെ കിടപ്പാടവും അവരുടെ ജീവിതോപാധികളും ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവരാണ്. അവരെ അങ്ങേയറ്റം ചേർത്ത് പിടിക്കൽ മനുഷ്യത്വപരമാണ്. അങ്ങനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ചേർത്ത് പിടിക്കാൻ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ടതിൽ ചേർത്ത് പിടിക്കുന്നു.